ആദ്യം നമ്മൾ പോകുന്നത് മലബാറിലേക്കാണ്, മലപ്പുറത്തേക്കാണ്. മലപ്പുറത്തിന്റെ രാഷ്ട്രീയത്തിൽ നിർണായകമാവുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങൾ, ചില സാധ്യതകൾ, ചർച്ചകൾ ഉയർന്നു കേൾക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം മലപ്പുറത്ത് നിന്നും ഇടതുപക്ഷ മന്ത്രിസഭയിൽ പിണറായി വിജയൻ രണ്ടാം മന്ത്രിസഭയിൽ ഉള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ ഇക്കുറി മണ്ഡലം മാറി മത്സരിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം, ഇടതുപക്ഷത്തിന് സ്വതന്ത്ര സ്വഭാവമുള്ള രണ്ട് MLA-മാരാണ് മലപ്പുറത്തുള്ളത്. ഒന്ന് താനൂരിലെ വി അബ്ദുറഹ്മാൻ, മറ്റൊന്ന് തവനൂരിലെ KT ജലീൽ. രണ്ടു പേർക്കും മുസ്ലിം മുഖമുണ്ട്. മുൻകാല പ്രവർത്തന പാരമ്പര്യം, ഒരാൾക്ക് കോൺഗ്രസിനൊപ്പമാണെങ്കിൽ മറ്റൊരാൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായിരുന്നു. പക്ഷേ രണ്ടുപേരും ഇടതുപക്ഷത്തേക്ക് മാറുന്നു. അങ്ങനെ ഇടതു കോട്ടകളിൽ, അല്ലെങ്കിൽ പൊതുവിൽ ലീഗിൻ്റെ കോട്ടകളിൽ ഇടതുപക്ഷത്തിൻ്റെ കൊടി ഉയർത്തിയവരാണ് രണ്ടുപേരും. അഭിമാനകരമായ വിജയമാണ് പലയിടങ്ങളിലും ഉണ്ടായത്. പക്ഷേ ഇത്തവണ ചില മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇവരെ മാറ്റി ചിന്തിപ്പിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ. അതിലൊന്ന്, മന്ത്രി KT ജലീൽ ഇത്തവണ താൻ മത്സരിക്കാനില്ല എന്ന് പലവട്ടം ആവർത്തിച്ചതാണ്. തനിക്ക് ഇനി മത്സരിക്കാൻ താല്പര്യമില്ല, തവനൂരിൽ ഇനി താൻ സ്ഥാനാർത്ഥിയാവാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ ഇതൊരു സൂചനകളാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം നിലപാട് മാറ്റും. ഇങ്ങനെ ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് തന്നെയായാലും ഇവിടെ ഒരു വലിയ സൂചനകളും രാഷ്ട്രീയ നീക്കങ്ങളും നടക്കുകയാണ്. മറ്റൊന്നുമല്ല, താനൂരിലെ MLA-യും സംസ്ഥാന മന്ത്രിസഭാംഗവുമായ മന്ത്രി വി അബ്ദുറഹ്മാൻ ഇക്കുറി മണ്ഡലം മാറുന്നു എന്ന സൂചനയാണ്. അബ്ദുറഹ്മാൻ മാറുന്നത് തവനൂരിലേക്കാണ്. അതായത് KT ജലീൽ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ തവനൂരിൽ ഇത്തവണ മന്ത്രി വി അബ്ദുറഹ്മാൻ മത്സരിക്കുമോ എന്ന ചോദ്യമാണ്. ഈ സാധ്യത അനൗദ്യോഗികമായി ഇരുചേരികളും തള്ളുന്നില്ല. KT ജലീൽ ഈ സാധ്യത അനൗദ്യോഗികമായി തള്ളുന്നില്ല. ഔദ്യോഗിക മുഖങ്ങളൊക്കെ വരേണ്ടതുണ്ട്, പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ താനൂരിൽ നിന്നും വി അബ്ദുറഹ്മാൻ തവനൂരിലേക്ക് മാറുന്നതിൻ്റെ രാഷ്ട്രീയമെന്ത്? ഇത് സാധ്യമാകുമോ? എന്തുകൊണ്ടാണ് ഈ നീക്കം എന്ന വിശദമായ ഒരു പരിശോധന തന്നെ നമുക്ക് ആവശ്യമാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. കാരണം താനൂരിലെ വിജയസാധ്യത ഇത്തവണ വെല്ലുവിളി ഉണ്ടാക്കും എന്ന സാഹചര്യത്തിലാണോ ഈ മാറ്റം എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. എന്തായാലും ഈ നീക്കം, ഇതിൻ്റെ രാഷ്ട്രീയം നമുക്ക് വിശദമായി പരിശോധിക്കാം. CV അനുമോദുണ്ട്. അനുമോദ്, ഗുഡ് മോർണിംഗ്. മലപ്പുറത്തെ CPM-ന്, ഇടതുപക്ഷത്തിന് ലീഗ് കോട്ടകളിൽ പിടിച്ചു നിർത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായിരുന്നു തവനൂരും താനൂരിലും. കഴിഞ്ഞ തവണ അത് പ്രകടമായതാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചിത്രത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് താനൂരിൽ നിന്നും തവനൂരിലേക്ക് മാറാനുള്ള വി അബ്ദുറഹ്മാന്റെ നീക്കം? സജിത്ത്, ഗുഡ് മോർണിംഗ്. താനൂരിലെ സാഹചര്യങ്ങൾ ഏറെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വി അബ്ദുറഹ്മാൻ താനൂരിൽ മത്സരിക്കാൻ വിമുഖത കാണിച്ചിരുന്നു. തുടർന്ന് വിജയരാഘവന് നിർബന്ധവും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഉറപ്പുകൊടുത്തുള്ള നീക്കവുമാണ് അദ്ദേഹം താനൂരിൽ മത്സരിക്കാൻ തയ്യാറായതും. മാത്രമല്ല, അവിടെ കഴിഞ്ഞ തവണ SDP-യുടെ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് SDP-യും അതുപോലെ തന്നെ വി അബ്ദുറഹ്മാനും സമ്മതിച്ചതാണ്. ലീഗിന് എതിരെയുള്ള എല്ലാവരും തനിക്കൊപ്പം നിന്നു എന്ന് വി അബ്ദുറഹ്മാൻ പറഞ്ഞത് വലിയ വിവാദമാവുകയും SDP-ഐ അവരാണ് അബ്ദുറഹ്മാനെ ജയിപ്പിച്ചതെന്ന് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് ഇത്തവണ SDP-യുടെയും അതേപോലെ തന്നെ താനൂരിൽ സ്ഥിരമായിട്ട് അബ്ദുറഹ്മാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ടുകളും കിട്ടാൻ സാധ്യതയില്ല എന്ന സാഹചര്യം വന്നിരിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും വഴിയൊരുക്കിയിരിക്കുന്നത് 2021 നടന്ന ബോട്ടപകടം. താനൂരിലെ ബോട്ടപകടം 22 പേർ മരണത്തിന് ഇരയാക്കിയ ഒരു ബോട്ടപകടം ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ബോട്ടിൻ്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിയമലംഘനം നടത്തുന്ന കാര്യം അബ്ദുറഹ്മാനെ പ്രദേശവാസികൾ അറിയിച്ചപ്പോൾ അദ്ദേഹം അതിനോട് അനുകൂലമായിട്ടല്ല പ്രതികരിച്ചത്. ഈ ബോട്ടുടമയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അവിടെ വലിയ തോതിൽ തന്നെ വിമർശനം ഉണ്ടാക്കിയിരുന്നു. പ്രാദേശികമായിട്ട് താഴെത്തട്ടിൽ അബ്ദുറഹ്മാൻ്റെ ഈ നിലപാട് വലിയ തോതിൽ തന്നെ വിമർശന വിധേയമാക്കുകയും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അതേ വിഷയത്തിൽ ആ പ്രദേശത്ത് അദ്ദേഹത്തിനെതിരായിട്ടുള്ളൊരു വികാരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നിലനിൽക്കുകയാണ്. താനൂരിലെ UDF-ൻ്റെതായൊരു മണ്ഡലമാണ്. അവിടെ LDF-ൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അബ്ദുറഹ്മാൻ സ്വന്തം നിലയിൽ നേടിയ വോട്ടുകൾ കൊണ്ടാണ് വിജയിച്ചു പോന്നിരിക്കുന്നത്. ഇത്തവണ അവിടെ PK നവാസിനെയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ യുവമുഖങ്ങളെ രംഗത്തിറക്കി മണ്ഡലം പിടിക്കാനുള്ള നടപടികൾ UDF-ഉം തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ താനൂരിലെ മാറുന്ന രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് ഇനി അവിടെ മത്സരിക്കാനില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം രാഷ്ട്രീയമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം മുൻപ് തന്നെ ആവശ്യപ്പെട്ടിരുന്നത് തിരൂരോ മറ്റേതെങ്കിലും മണ്ഡലമാണ്. അവിടെയാണ് തവനൂരിലേക്ക് അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത്. മന്ത്രി KT ജലീൽ, മുൻ മന്ത്രി KT ജലീൽ, അദ്ദേഹം മുൻപ് മത്സരിക്കാനില്ല, രാഷ്ട്രീയമായിട്ട് തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞതാണ്. ഇടക്കാലത്ത് അദ്ദേഹം മനമാറി മത്സരിക്കാൻ തയ്യാറായിരുന്നു.
പക്ഷേ വീണ്ടും അദ്ദേഹം ഇപ്പോൾ ഇനി മത്സരിക്കാനില്ല ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ തവനൂർ പിടിക്കുവാൻ മന്ത്രി വി അബ്ദുറഹ്മാനാണ് ഏറ്റവും യോഗ്യൻ, അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിയും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തവനൂരിലും ഇടതുപക്ഷം ജയിച്ചു പോരുന്നത് ഇടതുപക്ഷത്തിൻ്റെ മാത്രം വോട്ട് കൊണ്ടല്ല, അവിടെ കോൺഗ്രസ്സിന് നല്ലപോലെ വോട്ടുള്ളതാണ്. അപ്പോൾ ജലീലിന് ഈ വോട്ടുകളിൽ വലിയൊരു വിഭാഗം നേടാൻ സാധിച്ചിരുന്നു. ഒരു മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ വി അബ്ദുറഹ്മാന് അത് നേടാനുള്ളൊരു സാഹചര്യം അവിടെയുണ്ട്, നിലനിർത്താനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത്. അങ്ങനെയാണ് വി അബ്ദുറഹ്മാനെ തവനൂരിലേക്ക് കൊണ്ടുവന്ന് ആ മണ്ഡലം നിലനിർത്താനുള്ള ഒരു ആലോചന നടക്കുന്നത്. മാത്രമല്ല ഇവിടെ രണ്ട് കണക്കുകൾ കൂടി നമ്മൾ പങ്കുവെക്കേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ അതുവരെ ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന ആത്മവിശ്വാസം പൂർണ്ണമായിട്ടും കുത്തിയൊലിച്ചു പോകുന്ന സാഹചര്യമാണ് മലപ്പുറം ജില്ലയിലുള്ളത്. അവരുടെ ഒരു മണ്ഡലത്തിൽ പോലും അവർക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പൊന്നാനി പോലും അവർക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. താനൂരിൽ ഇത്തവണ അവർക്ക് തിരിച്ചടിയായിരിക്കുന്നത് 16,763 വോട്ടിനാണ് താനൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വരുമ്പോൾ അവർ പിന്നിലുള്ളത്. മറികടക്കാൻ കഴിയാത്തൊരു ഭൂരിപക്ഷമായിട്ട് വേണം ഈ ഒരു ഘട്ടത്തിൽ കാണാൻ. കഴിഞ്ഞ തവണ 1000-ൽ താഴെ മാത്രം വോട്ടിനാണ് വി അബ്ദുറഹ്മാൻ അവിടെ ജയിച്ചു കയറിയത് എന്നൊരു വസ്തുത കൂടിയുണ്ട്. അങ്ങനെ തവനൂരിലാകട്ടെ 9,592 വോട്ടുകൾക്ക് UDF മുന്നിലാണ്. ഈ രണ്ട് മണ്ഡലം UDF മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജലീൽ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞത് രാഷ്ട്രീയമായിട്ടുള്ള കാരണം കൊണ്ടും മാത്രമല്ല മണ്ഡലത്തിൽ അദ്ദേഹം 4 തവണ വിജയിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ഡലത്തിലുണ്ടാകുന്ന കുറച്ച് എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഷ്ട്രീയമായിട്ടൊരു പിന്മാറ്റം അദ്ദേഹം ശ്രമിക്കുന്നത്. മാത്രമല്ല ഇനി അദ്ദേഹത്തിന് അതേ സീറ്റ് മത്സരിപ്പിക്കാൻ CPM-നും വലിയ താല്പര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അവിടെ മറ്റൊരു മുഖം പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നത്. അത് ഒരിക്കലും അവിടെ ഒരു ഇടതുപക്ഷ ചിഹ്നത്തിൽ അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ ഒരിക്കലും അവിടെ വിജയിച്ച് കയറാൻ കഴിയാത്ത ഒരു സ്വഭാവം ആ ഒരു മണ്ഡലത്തിലുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവിടെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ BJPക്കും അവിടെ ഒരു വിധി നിർണ്ണയിക്കുന്നതിൽ സ്വാധീനം ചെലുത്താനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അവിടെ സ്വതന്ത്ര ചിഹ്നത്തിലുള്ള മത്സരം സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം എപ്പോഴും പരീക്ഷിക്കാൻ തയ്യാറാവുന്നതും. അതുകൊണ്ട് വി അബ്ദുറഹ്മാനെ അവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആലോചന സജീവമായി നടക്കുന്നുണ്ട്. അബ്ദുറഹ്മാനും അതിനോട് പരസ്യമായിട്ട് എതിർപ്പ് പറഞ്ഞില്ലെങ്കിലും അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. കാരണം ഇനിയും സമയമുണ്ട് എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ജലീലിൻ്റെ അഭിപ്രായം വി അബ്ദുറഹ്മാൻ എവിടേക്ക് വരണം എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം അക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. എന്താണ് താനൂരിൽ നിന്ന് മാറുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം താനൂർ ഒട്ടും സുരക്ഷിതമല്ല. അപ്പോൾ തവനൂർ സുരക്ഷിതമോ എന്നോ മറു ചോദ്യം കൂടിയുണ്ട്. അനുമതി തുടരുക, നമുക്ക് വരാം. എന്താണ് താനൂരിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചിത്രമെന്ന് നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അനുമതി സൂചിപ്പിച്ചതുപോലെ വലിയ തിരിച്ചടി താനൂരിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2021 അതായത് PK ഫിറോസിനെതിരെ അബ്ദുറഹ്മാൻ വിജയിച്ച് കയറിയ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചിത്രം എന്തായിരുന്നു എന്ന കാര്യം കൂടി നമുക്ക് നോക്കാം. അതായത് താനൂർ 2021 നിയമസഭയിൽ സംഭവിച്ച ഇതാണ്. LDFിൻ്റെ വി അബ്ദുറഹ്മാൻ, അതായത് ഇപ്പോഴത്തെ മന്ത്രി, 70,704 വോട്ടുകളാണ് അവിടെ നിന്ന് സമാഹരിക്കുന്നത്. UDFിൻ്റെ PK ഫിറോസ് ആയിരുന്നു തൊട്ടുപിറകിൽ. ഇഞ്ചോടിഞ്ച് മത്സരമാണ് അവിടെ നടന്നത്. PK ഫിറോസ് സമാഹരിച്ചതാകട്ടെ 69,719 വോട്ടുകളാണ്. ഭൂരിപക്ഷം വെറും 985 വോട്ടുകൾ. നോക്കുക, അന്നത്തെ രാഷ്ട്രീയ ചിത്രവും രാഷ്ട്രീയ പോരിൻ്റെ ഒരു പ്രത്യേകതയും ഓർക്കുക. ലീഗിൻ്റെ കോട്ടകളാണ്, മലപ്പുറമാണ്, അവിടെയാണ് ഈ വലിയ മത്സരം നടന്നത്. ശരി തന്നെയാണ്. എന്തായാലും താനൂർ ഇടതുപക്ഷത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ അത് വെറും 985 വോട്ടുകളാണ്. അപ്പോൾ അനുമോദ് ഇപ്പോൾ സൂചിപ്പിച്ച രാഷ്ട്രീയ ചിത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വെറും 985 വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ ഇടതു തരംഗമുണ്ടായി എന്ന് വിശ്വസിക്കുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇടത്ത് ഇത്തവണ അത്ര അനുകൂല സാഹചര്യമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൃത്യമായ ഒരു റെഡ് സൈൻ നൽകിയിട്ടുമുണ്ട്. സ്വാഭാവികമായും ആ ഒരു ജാഗ്രത കാട്ടൽ ആവാം ഈ മണ്ഡലമാറ്റത്തിന് പിന്നിൽ എന്നുകൂടി നോക്കാം. അപ്പോഴാണ് തവനൂർ സുരക്ഷിതമോ എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്ന കാര്യം. അനുമോദ്, താനൂർ മാറുന്നു ഒക്കെ, പക്ഷേ തവനൂർ സുരക്ഷിതമോ എന്ന മറുചോദ്യമുണ്ട്. എന്തുകൊണ്ട് താനൂരിനേക്കാൾ തവനൂർ സുരക്ഷിതമാകുമെന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കുമ്പോൾ തവനൂർ മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും UDF ആണ് അധികാരത്തിലെത്തിയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് തവനൂരിലേക്ക് മാറാനുള്ള ആലോചന? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.